ഭാഗ്യസ്മരണാർഹനായ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പയുടെ പേപ്പൽ വാഴ്ചയ്ക്ക് ഔദ്യോഗിക ആരംഭം കുറിച്ചതിന്റെ അനുസ്മരണ ദിനത്തിൽ വിശുദ്ധന്റെ തിരുനാൾ ഭക്തി നിർഭരമായി ആഘോഷിച്ച് ആഗോള സഭ 1978 ഒക്ടോബർ 22 വിശുദ്ധ പത്രോസിന്റെ സിംഹാസനത്തിന്റെ അവകാശിയായി ഉയർത്തപ്പെട്ട വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പയുടെ പൊന്തിഫിക്കൽ കാലം ആത്മീയ വസന്തത്തിന്റെയും വിശ്വാസ പരിപോഷണത്തിന്റെയും യഥാർത്ഥ ക്രിസ്തീയതയുടെയും സജീവ സ്മരണകളായി ആഗോള കത്തോലിക്കരുടെ മനസ്സുകളിൽ സ്ഥാനം പിടിച്ച വർഷങ്ങളായിരുന്നു. ആഗോള കത്തോലിക്ക സഭയുടെ 264 പരമാചാര്യനായി ചുമതലയേൽക്കുമ്പോൾ അനാഥത്വത്തിലും അധ്വാനത്തിലും ഏകാന്തതയിലും കടുത്ത പരീക്ഷണങ്ങളിലും ചെലവഴിച്ച ബാല്യകാലത്തിൽ തനിക്ക് ഏക ആശ്രയമായിരുന്ന ദൈവവിശ്വാസവും ദൈവമാതൃഭക്തിയും കൂട്ടുപിടിച്ച് ഞാൻ പൂർണ്ണമായും അങ്ങയുടേതാണ് എന്ന് പരിശുദ്ധ അമ്മയ്ക്ക് സ്വയം സമർപ്പിച്ചുകൊണ്ടുള്ള ആപ്തവാക്യം സ്വീകരിച്ചായിരുന്നു കർദിനാൾ വോയ്റ്റിവ ജോൺ പോൾ രണ്ടാമൻ പാപ്പയെ സഭാ ചരിത്രത്തിന്റെ ഏടുകളിൽ ഇടം നേടിയത്. തന്റെ അന്ത്യശ്വാസം വരെ സത്യവിശ്വാസത്തിന്റെ ധീരനായ കാവൽക്കാരനായും സഭാപ്രബോധനങ്ങളുടെ ശക്തനായ പ്രവാചകനുമായി ചരിത്രം കുറിച്ച പാപ്പ ഭൂഗോളത്തിന്റെ എല്ലാ കോണുകളിലുമുള്ള തന്റെ സാധാരണക്കാരായ അജഗണങ്ങളുടെ ഇടയിലേക്ക് കടന്നുചെന്ന് മാർപ്പാപ്പയുടെ ആത്മീയ പിതൃത്വത്തിന് അഭൂതമായ അർത്ഥവ്യാപ്തി പകർന്നുകൊണ്ട് ചരിത്രം തിരുത്തുകയും ചെയ്തു. 104 വിദേശ പര്യടനങ്ങളിലായി ഇന്ത്യ ഉൾപ്പെടെ 129 രാജ്യങ്ങൾ സന്ദർശിച്ച പാപ്പ പല രാജ്യങ്ങളും ആദ്യമായി സന്ദർശിക്കുന്ന പാപ്പയായി പത്രോസിന്റെ സിംഹാസനത്തിന്റെ യഥാർത്ഥ മുഖം ആഗോള ജനതയിലേക്ക് എത്തിച്ചു. കമ്മ്യൂണിസത്തെ പിഴുതെറിയുന്നതിൽ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും അഗ്രസ്ഥാനം വഹിച്ചവൻ, തീർത്ഥാടക പാപ്പ, യുവജനങ്ങളുടെ പാപ്പ, മിഷണറി പാപ്പ, ദൈവകരുണയുടെ അപ്പസ്തോലൻ, പരിശുദ്ധ മറിയത്തിന്റെ ശ്രേഷ്ഠ തനയൻ എന്നിങ്ങനെ നിരവധി വിശേഷണങ്ങൾ അലങ്കരിച്ച ജോൺ പോൾ രണ്ടാമൻ പാപ്പ ആഗോള യുവജന ദിനങ്ങൾക്കും ആഗോള കുടുംബ സംഗമങ്ങൾക്കും സഭയിൽ ആരംഭം കുറിച്ചു. തനിക്കെതിരെ വധശ്രമം നടത്തിയ മെഹമ്മദ് അലി അഗ്ഗയെ ജയിലിൽ ചെന്ന് കണ്ട് മാപ്പ് നൽകിയ ജോൺ പോൾ രണ്ടാമൻ പാപ്പയുടെ മഹത് പ്രവൃത്തി അന്താരാഷ്ട്ര ശ്രദ്ധയാകർഷിച്ച ചരിത്ര സംഭവമായിരുന്നു. ഗർഭഛിദ്രം, ദയാവധം, സ്വവർഗ വിവാഹങ്ങൾ, മതസ്വാതന്ത്ര്യ നിഷേധങ്ങൾ എന്നിവയ്ക്കെതിരെ അന്താരാഷ്ട്ര തലത്തിൽ നിലപാടുകൾ വ്യക്തമാക്കിയ ആ ധീര ഇടയ ശ്രേഷ്ഠൻ 27 വർഷങ്ങളുടെ നിസ്തുല ശുശ്രൂഷകളും അഭൂത നേട്ടങ്ങളും കൈവരിച്ച് അവിസ്മരണീയ പേപ്പൽ കാലത്തിന് തിരശ്ശീല വീഴ്ത്തിക്കൊണ്ട് 2005 ഏപ്രിൽ 2 കാലം ചെയ്തപ്പോൾ ആഗോള കത്തോലിക്കർ നിറമിഴിയോടെയാണ് തങ്ങളുടെ പ്രിയ പിതാവിന്റെ വിയോഗവാർത്ത ശ്രവിച്ചത്. മരിച്ച് വെറും 2 മാസങ്ങൾക്കുള്ളിൽ വാഴ്ത്തപ്പെട്ട പദവി പ്രഖ്യാപനത്തിനുള്ള നടപടികൾ ആരംഭിച്ചുകൊണ്ട് മരണശേഷവും വ്യത്യസ്തത തെളിയിച്ച ജോൺ പോൾ രണ്ടാമൻ പാപ്പ 2014 ഏപ്രിൽ 27 വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു. ചർച്ച് ഡെസ്ക്, ഷെക്കേന ന്യൂസ്.